ആകാശവാണി തിരുവനന്തപുരം. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വികസനം ജനങ്ങളിലേക്ക്, വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ. രാജ്യത്തിന്റെ വികസന നടപടികൾ പൂർത്തിയാക്കുന്നതോടൊപ്പം അത് സമൂഹത്തിന്റെ താഴെത്തട്ടുവരെ എത്തുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ ഒരവസരം കൂടി നൽകുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭരണാധികാരികൾക്കും സാധാരണ ജനങ്ങൾക്കും നാടിന്റെ വികസനത്തെക്കുറിച്ച് അവബോധം നൽകാൻ വികസിത് ഭാരത് സങ്കല്പ യാത്ര സഹായകമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമല്ല, അതിന്റെ ഗുണഫലങ്ങൾ അനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു ഈ യാത്ര. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഒന്നാം ഘട്ടം കേരളത്തിലും ലക്ഷദ്വീപിലും വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. യാത്രയുടെ രണ്ടാം ഘട്ടം ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം തുടരുകയാണ്. വിവിധ കേന്ദ്ര പദ്ധതികളിലെ ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ 100% ഉറപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഉറപ്പിന്റെ വാഹനം നഗര ഗ്രാമ പഞ്ചായത്തുകളിലെത്തുമ്പോൾ ആവേശത്തോടെയുള്ള സ്വീകരണവും അണിചേരലുമാണ് കാണാൻ കഴിയുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ ഇതിനോടകം ഈ യാത്രയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അർഹതയുള്ള എല്ലാവരിലും സർക്കാർ ജനക്ഷേമ പദ്ധതികൾ എത്തിക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമായി മാറുകയാണ് ഓരോ ദിവസത്തിലും. സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന ഉജ്ജ്വല പദ്ധതിയിലും ഇൻഷുറൻസ് പദ്ധതികളായ സുരക്ഷാ ബീമ യോജന, ജീവൻ ജ്യോതി യോജന എന്നിവയിലേക്കും PM സ്വനിധി തുടങ്ങിയ പദ്ധതികളിലേക്കും ഇതിനോടകം ലക്ഷക്കണക്കിന് പുതിയ അപേക്ഷകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൗജന്യ ആരോഗ്യ പരിപാലനം, മുദ്രാ വായ്പകൾ, PMEGP, കിസാൻ ക്രെഡിറ്റ് പദ്ധതി, ആവാസ് യോജന തുടങ്ങി ഒട്ടേറെ കേന്ദ്ര പദ്ധതികളിൽ ജനങ്ങൾക്ക് അവബോധം നൽകാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയ നേട്ടമാണ്. പ്രധാനമന്ത്രി ഇടയ്ക്കിടെ പദ്ധതി ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു പരിധിവരെ സാധാരണക്കാരിൽ സർക്കാർ ആനുകൂല്യങ്ങൾ, പദ്ധതികൾ ഇവയൊക്കെ വീട്ടുപടിക്കലെത്തുന്ന കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായിച്ചിട്ടുമുണ്ട്. പദ്ധതികളുടെ ഗുണം അധികം കാത്തിരിക്കാതെ ലഭിക്കുക എന്നത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ്. കോഴിക്കോട് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ MV പ്രജിത് കുമാർ വാർത്താ തരംഗിണിയോട്. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രണ്ടാം ഘട്ടം കോഴിക്കോട് ജില്ലയിൽ തുടരുന്നു. ഒന്നാം ഘട്ടത്തിൽ നഗര ഗ്രാമപ്രദേശങ്ങളിലായി 109 സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ വികസിത് ഭാരത് സങ്കല്പ യാത്ര ഈ മാസം 9-ാം തീയതിയാണ് ജില്ലയിൽ രണ്ടാം ഘട്ടമായി ആരംഭിച്ചത്. ഈ ഘട്ടത്തിൽ നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് പര്യടനം നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ 16 ഇടങ്ങളിലും കൊയിലാണ്ടി, ഫറൂഖ്, രാമനാട്ടുകര, മുക്കം മുനിസിപ്പാലിറ്റികളിലായി 8 ഇടങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തെ പര്യടനം നടക്കുന്നത്. ഫെബ്രുവരി 22-ാം തീയതി വരെ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രണ്ടാം ഘട്ടം തുടരും. രണ്ടാം ഘട്ടത്തിൽ ഇതിനകം കോർപ്പറേഷന് കീഴിൽ 8 സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് രാവിലെ 10 മണിക്ക് കൊമ്മേരിയിലും തുടർന്ന് വൈകുന്നേരം 3 മണിക്ക് കാമ്പുറം ബീച്ചിലും പര്യടന വാഹനം എത്തിച്ചേരും. സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിൽ സഹായകരമാകുന്ന കേന്ദ്ര വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ക്ലാസുകളെടുക്കും. ഗുണഭോക്താക്കൾക്ക് സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും അവസരമുണ്ട്. പദ്ധതികൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ജനങ്ങളോട് സംവദിക്കുന്നതിനാൽ ആധികാരിക വിവരങ്ങൾ ലഭ്യമാകുന്നു എന്നതും വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പ്രത്യേകതയാണ്. മുദ്രാ യോജന, സുകന്യ സമൃദ്ധി യോജന, വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ, PMEGP, വിശ്വകർമ്മ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, മത്സ്യസമ്പാദ് യോജന, ഖേലോ ഇന്ത്യ, അടൽ പെൻഷൻ യോജന, ഉജ്ജ്വല യോജന തുടങ്ങിയ നിരവധി ജനപ്രിയ പദ്ധതികളെക്കുറിച്ചാണ് യാത്രയിൽ വിശദീകരിക്കുന്നത്. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര നടക്കുന്നത്. തപാൽ വകുപ്പ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുതലായ കേന്ദ്ര സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര ജില്ലയിൽ കടന്നുപോകുന്നത്. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തോടെ ആരംഭിച്ച യാത്ര കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ടു പോവുകയാണ്. സുരക്ഷാ യോജന പദ്ധതിയുടെ ഗുണഭോക്താവ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി പ്രേമാനന്ദൻ. ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ
പല പദ്ധതികളിലും അംഗമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന സ്കീം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 12 രൂപയുടെ സ്കീമായിരുന്നു. ആ സമയത്ത് ഞാൻ ആ സ്കീമിൽ ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 336 രൂപയുടെ സ്കീം എനിക്ക് 50 വയസ്സ് കൂടുതലായതുകൊണ്ട് കുട്ടികളുടെ പേരിലും ഭാര്യയുടെ പേരിലും ആ സ്കീം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കർഷകരുടെയും സംരംഭകരുടെയും പദ്ധതി ഗുണഭോക്താക്കളുടെയും സാന്നിധ്യം കൊണ്ട് ഈ യാത്ര കൂടുതൽ ജനസമ്മതി നേടുകയാണെന്ന് തിരുവനന്തപുരം ആകാശവാണി പ്രതിനിധി റിജു കൂലിയക്കോട്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനത്തിന് ഈ മാസം 9-ന് തുടക്കമായി. കഴക്കൂട്ടത്തായിരുന്നു ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ആരംഭിച്ചത്. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പര്യടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. ആകെ 24 സ്ഥലങ്ങളിലാണ് 2ാം ഘട്ടത്തിലെ പര്യടനം നടക്കുന്നത്. നീണ്ട 15 ദിവസത്തെ പര്യടനത്തിന് ശേഷം വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ടം ഈ മാസം 23-ന് സമാപിക്കും. വർക്കലയിലാണ് അവസാനത്തെ പര്യടനം. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനത്തിൻ്റെ ആദ്യഘട്ടം 58 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞ മാസം 23-നാണ് സമാപിച്ചത്. മുദ്രാ ലോൺ ഉപഭോക്താവായ വർക്കല സ്വദേശി അഷ്റിഫ് തന്റെ അനുഭവങ്ങൾ തരംഗിണിയുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ ഒരു പേപ്പർ ബാഗിന്റെ ഒരു സംരംഭമായിട്ട് പോകുന്നതാണ്. ഒരു 6 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഞങ്ങൾ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, IOB RCT എന്ന് പറഞ്ഞ സ്ഥാപനം ട്രിവാൻഡ്രത്തുണ്ട്. അതിൽ നിന്നും ഞങ്ങൾ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം തുടങ്ങിയ ഒരു ചെറിയ രീതിയിൽ 7,000 രൂപയ്ക്ക് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇപ്പോഴും പ്രൊപ്പറേറ്റർഷിപ്പിൽ വൈഫിന്റെ പേരിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ലാഭകരം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു മിഷനറീസ് ഇല്ലാത്ത പേപ്പർ ബാഗ് നിർമ്മാണം എങ്ങനെ ചെയ്യാമെന്നും ആ രീതിയിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഞങ്ങൾ റാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് പ്രിന്റിംഗ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്തു. ഞങ്ങൾക്ക് ഒരു മിഷനറീസും ഇല്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഫുള്ളി ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ബിസിനസ് വളർന്നു വരുമ്പോൾ പൈസയുടെ ആവശ്യം വരുന്നുണ്ട്. ഞങ്ങൾ ഓരോ രീതിയിലും സോഴ്സുകൾ നോക്കി ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് മുദ്ര ലോണിൽ 10 ലക്ഷം രൂപയാണ്. ഞങ്ങൾ SBIയിലാണ് അക്കൗണ്ട് ഉള്ളത്. അതുവഴിയാണ് ഞങ്ങളിപ്പം സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുവഴി നമുക്ക് റാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വർക്കലയാണ്. വർക്കല പാളയംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിൽ ചെമ്മരുതി പഞ്ചായത്തിൽ അണ്ടറിൽ 4-ാം വാർഡിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റ്. ഫാക്ടറോ ദ നാച്ചേഴ്സ് റാപ്പ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വീടുകളിൽ സ്വയം തന്നെയാണ് ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ബാഗിന്റെ കൺസപ്ഷൻ കൂടിയ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരെ ട്രെയിൻ ചെയ്തെടുക്കുകയും അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത 6 പേര് സ്ഥിരമായിട്ട് ഞങ്ങൾ ജോലിക്കെടുക്കുകയും ഇപ്പോൾ 6 പേരാണ് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ശമ്പളത്തിന്റെ രീതിയിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശമ്പള വ്യവസ്ഥ എറണാകുളത്തും വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ലീഡ് മാനേജർ മോഹൻകുമാർ അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. വികസിത് ഭാരത് സങ്കല്പ യാത്ര എറണാകുളം ജില്ലയിൽ ഡിസംബർ 1-ാം തീയതിയാണ് തുടങ്ങിയത്. ജില്ലയിലെ 82 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 50ഓളം അർബൻ ലോക്കൽ സെന്ററുകളും കവർ ചെയ്തു. അതിനുശേഷം 2ാം ഘട്ടം അർബൻ പ്രോഗ്രാം കഴിഞ്ഞ 9-ാം തീയതി ഫെബ്രുവരി 9-ാം തീയതി വെള്ളിയാഴ്ച തുടങ്ങുകയും എറണാകുളം കോർപ്പറേഷൻ ഏരിയയിൽ 2 ഇവന്റ് കവർ ചെയ്തു. അതിനുശേഷം ഇന്ന് കൂത്താട്ടുകുളം നഗരസഭ അതുപോലെ തന്നെ മൂവാറ്റുപുഴ നഗരസഭയിലെ ലൊക്കേഷനുമായിട്ട് ഇന്ന് കവർ ചെയ്യുകയുണ്ടായി. പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ യാത്രയുടെ ഭാഗമായി ബാങ്ക് അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ആയുഷ്മാൻ ഭാരത്, ജനൌഷധി, അതുപോലെ ഉജ്ജ്വല യോജന, LPG കണക്ഷൻസ്, മറ്റ് വിവിധ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ യാത്രയുടെ ഭാഗമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ജനങ്ങളെ ഈ ഒരു ഇത്തരം പദ്ധതികളെ പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല പ്രതികരണമാണ് എല്ലാ രംഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. കാരണം സുരക്ഷാ സ്കീമുകളെ പറ്റിയും അതുപോലെ തന്നെ ബാങ്കിൽ നടപ്പാക്കുന്ന വിവിധ സബ്സിഡി ലോണുകൾ, അതുപോലെ മറ്റ് പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽജീവൻ മിഷൻ, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമുകൾ, ഇത്തരം പദ്ധതികളെ പറ്റി ഒരു
അവബോധം സൃഷ്ടിക്കാനുള്ള യജ്ഞമാണ്. അത് വളരെ നല്ല രീതിയിൽ എറണാകുളം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. അടുത്ത ഒരു 24 സ്ഥലങ്ങളിൽ കൂടി ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ 13 മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലും ഉൾപ്പെടുന്ന 24 ലൊക്കേഷനാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സ്ഥലത്തും ഓരോ അതാത് ബ്രാഞ്ച്, പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചിനെയാണ് ഇതിന്റെ ചുമതല നടത്തുന്നത്, പരിപാടി നടത്തുന്നതിനുള്ള ചുമതല ഏൽപ്പിക്കുന്നതും. മാത്രമല്ല അവിടെയുള്ള അടുത്ത ബാങ്കുകളുടെ സഹകരണം കൂടി ഉറപ്പുവരുത്തുന്നതാണ്. ബാങ്കിന്റെ എല്ലാ സോണൽ അതുപോലെ റീജിയണൽ ഓഫീസ് തലത്തിലും ഇത്തരം കാര്യങ്ങളെ പറ്റി ലീഡ് ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചിട്ട്, അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ പബ്ലിസിറ്റി മെറ്റീരിയൽ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും ലഘുലേഖ, കലണ്ടർ എല്ലാം ഈ വാഹനത്തോടൊപ്പം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ വളരെ നല്ലൊരു പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചു. അത് വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം പദ്ധതികളിൽ കൂടുതൽ ആളുകളെ അംഗങ്ങളാക്കുന്നതിനും അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ട്. ഒരു രാജ്യത്തിന്റെ വികസനം അത് യഥാർത്ഥത്തിൽ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. വ്യക്തി, കുടുംബം, ഗ്രാമം, നഗരം, ജില്ല, സംസ്ഥാനം അങ്ങനെ വരേണ്ടതാണ് രാജ്യത്തിന്റെ വികസനം. വികസിത് ഭാരത് സങ്കല്പയാത്ര അത്തരത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഒത്തുചേർന്ന് രാജ്യത്തിന്റെ വികസനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാവാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.